ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല കൊഴുവ മുളകിട്ടതും ബീൻസ് ഉപ്പേരും ക്യാബേജും ഒക്കെ കൂട്ടി ലഞ്ച് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങണത്. തുടക്കത്തിൽ തന്നെ അക്ഷരപ്പിശക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യൂട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ പോയി കിടക്കണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഇത് അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി കൊണ്ട് തന്ന ചുരിദാർ തയ്ക്കുകയാണ്. എൻ്റെ ഡ്രസ്സുകളും മക്കളുടെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും. ബ്ലൗസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ കുറച്ച് നേരം അത് സ്റ്റിച്ച് ചെയ്യാനിരുന്നു. മുഴുവനാക്കിയില്ല. പിന്നെ കൈ കൊണ്ട് തുന്നാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തുണികൾ മടക്കാൻ നിന്നു. കുറച്ച് തുണികൾ അവിടെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒന്നും മടക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി മടക്കി വെച്ചു. അങ്ങനെ പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തു. ഇപ്പോൾ ഉണങ്ങിയത് നോക്കി എടുക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാ തുണികളും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. മഴയുടെ സീസൺ ആകുമ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് തുണികളുടെ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളും കൂടെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് വരുമ്പോൾ നമുക്കത് നിവർത്തിയിട്ടാൽ മതിയല്ലോ. അങ്ങനെ മുകളിലാണ് ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ വെച്ചേക്കണത്. അങ്ങനെ ഡോറൊക്കെ അടച്ച് ഞാൻ താഴേക്ക് പോയി. പിന്നെ ഞങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാനുള്ള വെള്ളത്തിന് മോട്ടറിൽ നിന്ന് വേറെ ലൈൻ അടുക്കളയിലേക്ക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് തിളപ്പിക്കാൻ വെക്കുക. ആ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ടാപ്പിലെ വെള്ളം കുക്ക് ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളാണ് പിന്നെ ചെയ്യുന്നത്. വൈകിട്ടല്ല, 4 മണിക്ക് ശേഷമാണ് ഇപ്പോൾ വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്. രാവിലെ തുടച്ചു പോയതാണ്. എന്നാലും ഒന്ന് പൊടിയുള്ള പോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരി. അവിടെ നിന്നേ തുടങ്ങി ഒന്ന് അടിച്ചു വാരി കൊണ്ടുവന്നു. പിന്നെ അന്നത്തെയും പോലെ എൻ്റെ പാത്രങ്ങൾ തുടക്കാനിരുന്നു. കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു തുടച്ചു വെക്കാൻ. എന്നിട്ട് വേണം ഇനി അടുക്കളയിലത്തെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് തുടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തുടച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ ഒരു ചായ കുടിക്കാൻ തോന്നി. ചായ ഇന്ന് ഞാൻ വൈകിട്ട് ഇപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ ചായയിൽ ഞാൻ കുറച്ച് കറുകപ്പട്ടയും കുറച്ച് ഏലക്കാപ്പൊടി ഇടും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കറുകപ്പട്ട പൊടി കുടിക്കാനല്ലേ പറയണത്, നമ്മുടെ വെള്ളത്തിലൊക്കെ കുടിക്കാൻ പറയണില്ലേ വെയിറ്റ് കുറയ്ക്കണവർക്കൊക്കെ. അപ്പം അങ്ങനെ ചായ ഞാൻ ഇന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട ഉഴുന്നുവട ഇല്ലേ, കാത് എന്ന് പറയില്ലേ, ഉഴുന്നുവട കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. വറവുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഉഴുന്നുവട. അപ്പോൾ എപ്പോഴും ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉഴുന്നുവട വാങ്ങിക്കും. അവിടുത്തെ ഉഴുന്നുവട പിന്നെ ഇങ്ങനെ പാക്കറ്റിലാവില്ലല്ലോ, തുറന്ന് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കി വാങ്ങാൻ പറ്റില്ലേ. അങ്ങനെ ഞാൻ 2-3 മുസമ്പി മുറിച്ച് വെച്ചതാണ്. മോള് വരുമ്പോൾ അവൾക്ക് കൊടുക്കുകയും ചെയ്യുക, കുറച്ച് എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുസമ്പിയിൽ മോൾക്ക് കഴിക്കാനുള്ളതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഉപ്പിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ വെറുതെ കഴിക്കുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഉപ്പിട്ട് കഴിക്കുമോ മുസമ്പി? നല്ല പുളി ഉണ്ടെങ്കിലേ ഉപ്പിടേണ്ട കാര്യമുള്ളൂ. പക്ഷേ പുളി ഉണ്ടായാലും ഞാൻ ഉപ്പിടാണ്ട് തന്നെ കഴിക്കാറ്. പിന്നെ ഇന്നലെ നെക്സ്റ്റ് പോയപ്പോൾ കുമ്പളങ്ങും പയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പച്ചക്കറികൾ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുമ്പളങ്ങ നല്ല മൂത്ത കുമ്പളങ്ങയാണ് കേട്ടോ. നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഫ്ലഷുള്ള കുമ്പളങ്ങ തന്നെയായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ ഇട്ടൊരു മോരുകറി വെക്കാം, പയർ തോരൻ വെക്കാനാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ പയറൊക്കെ അരിഞ്ഞ് വെക്കണം. കുമ്പളങ്ങ നമുക്ക് നമ്മുടെ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വേവിച്ച് വെക്കുകയും വേണം. അങ്ങനെ പയർ ഞാൻ വെള്ളത്തിലിടുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുക. അതുപോലെ തന്നെ വലിയ പാത്രത്തിലിട്ടിട്ട് കുറേ വെള്ളത്തിലാണ് കഴുകുക. അപ്പോൾ നമ്മുടെ കീടനാശിനികളൊക്കെ പോയി കിട്ടണ്ടേ. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് കീടനാശിനി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വയ്ക്കും എപ്പോഴും. അങ്ങനെ എൻ്റെ കുമ്പളങ്ങ നുറുക്കലൊക്കെ കഴിഞ്ഞ് തൊലിയൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. പിന്നെ മോരുകറിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ മോരുകറി വേവിച്ച് വെക്കുള്ളൂ കേട്ടോ. മോരുകറി അല്ല, കുമ്പളങ്ങ വേവിച്ച് വെക്കുള്ളൂ. കുമ്പളങ്ങ ഇതേപോലെ നുറുക്കി അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുപ്പുമ്പോൾ വേവിക്കാൻ വെക്കും. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ അതിലോട്ട് നാളികേരപ്പാലും തൈരൊക്കെ ഒഴിച്ച് മോരുകറി ആക്കി എടുത്താൽ മതിയല്ലോ. അപ്പം നാളെ നമുക്ക് കുറേ പണികൾ കുറയും, ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം എന്താ, നാളെ രാവിലെ അപ്പോൾ ഇത്തിരി വൈകി എണീറ്റാലും മതി. വൈകി എണീറ്റാന്ന് പറഞ്ഞാൽ മോൾക്ക് 7:30 പോകണം. അപ്പോൾ അവൾ പോണ ദിവസങ്ങളിൽ 7:30 ആകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം. അതല്ലെങ്കിൽ ഇക്കാക്ക് മാത്രം പോകണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക 9 വരെ ആകുമ്പോഴാണ് റെഡിയാക്കണ്ടോ. ഇക്ക 10 മണിക്കേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ വേവിക്കാൻ വെച്ചു. പിന്നെന്താ, നമ്മുടെ പാത്രങ്ങൾ സ്ഥിരം കഴുകണ പരിപാടി തന്നെ. അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുക.
അല്ലെങ്കിൽ അവിടെയൊക്കെ കുന്നുകൂടി പിന്നെ ഒരു ലോഡ് പാത്രം നമുക്ക് കഴുകേണ്ടി വരും, നമ്മൾ തല കറങ്ങി വീഴും പാത്രം കഴുകി വരുമ്പോഴത്തേനും. അപ്പം അങ്ങനെ ഞാൻ പയറൊക്കെ നന്നായിട്ട് നുറുക്കി തോരൻ വെക്കാനുള്ളതും അങ്ങനെ നുറുക്കി വെക്കുകയാണ്. അപ്പോൾ മോള് വന്നു, അവൾക്ക് ഞാൻ മുസമ്പി കൊണ്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ മോരുകറി അവിടെ, മോരുകറി അല്ല കുമ്പളങ്ങ അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയറിലോട്ടും ഉപ്പിട്ട് വേവിച്ച് വയ്ക്കും. ഞാൻ പയറും ഇന്ന് വേവിച്ച് വയ്ക്കും. അപ്പോൾ നാളെ താളിച്ച് കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഒരു വിസിൽ കളഞ്ഞ് വയ്ക്കുകയും ചെയ്യുക. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ കളഞ്ഞിട്ട് കുറച്ച് പ്രഷർ ഞാൻ തുറന്ന് കളയാം. അപ്പോൾ പാകത്തിനുള്ള വേവിന് നമുക്ക് കിട്ടും. പയർ തന്നെ വെറുതെ ഒരു 10 മിനിറ്റ് നേരം സ്റ്റൗമിട്ട് വേവിച്ചാലും വെന്ത് കിട്ടും. എന്നാലും അത്രയും സമയം നമുക്ക് കളയണ്ടല്ലോ. ഇതാവുമ്പോൾ നാളെ ഇനി ഒരു സബോളയും ഒക്കെ നന്നാക്കി അതൊന്ന് കാച്ചി വേണ്ടൂ. എന്നിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ പയറുപ്പേര് റെഡിയായി കിട്ടും. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ, നാളെ അപ്പോൾ അത്രയും പണി കുറഞ്ഞു. പിന്നെ ഞാൻ നാളികേരം പാല് പിഴിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം ഉടച്ചത്. നാളികേരം ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ കഴുകിയിട്ടാണ് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഴുവനോടുള്ള നാളികേരമല്ലല്ലോ നമ്മൾ മേടിക്കണത്, ഇങ്ങനെ തൊലി കളഞ്ഞിട്ടുള്ള നാളികേരല്ലേ വാങ്ങണത്. അപ്പോൾ അവർ എവിടേക്കോ ഇട്ടിട്ടുള്ള നാളികേരല്ലേ, അപ്പോൾ അത് എന്തായാലും അതുമ്പോൾ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ കഴുകും. അതിന് ശേഷം പൂളുകളാക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അത് അരച്ചെടുക്കുകയും ചെയ്യാം. ഇനി പാല് കാച്ചാനാണ് നിന്നത് കേട്ടോ. പാല് കുടിക്കാനൊന്നല്ല, മോരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മോര് മീൻസ് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാല് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ പാല് കാച്ചിയ കവറൊക്കെ അപ്പം തന്നെ കഴുകി വെക്കണം. പാലിൻ്റെ ഒരു സ്മെല്ല് പോലും ഇല്ലാണ്ട് കഴുകി വെക്കണ്ടേ. ഹരിതസേനക്കാർക്ക് കൊടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ കവറ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. ഞാൻ ഒരു ബീഫിൻ്റെ ഫ്രൈ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടി പൊടിച്ചതില്ല, ചില്ലി ഫ്ലേക്സ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടി ചൂടാക്കാൻ വെച്ച്, ഇപ്പോൾ വെയിലത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ അടുപ്പിൽ വെച്ച് ചൂടാക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂടാക്കിയെടുത്ത് അതും കൂടി പൊടിച്ച് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഞാൻ മുഴുവനോടുകൂടി വേവിച്ചതാണ്. വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ചെറുതാക്കി ഇങ്ങനെ നീളത്തിൽ തന്നെ നുറുക്കിയെടുക്കണം. ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ നുറുക്കിയെടുക്കുക. അതിന് ശേഷം അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ ബീഫിൻ്റെ അളവ് അനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു മാരിനേഷൻ എന്തോരം വേണം അത്രയ്ക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഈ ആവശ്യത്തിന് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബീഫിൻ്റെ അളവ് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ആവശ്യത്തിന് എന്ന് പറയുന്നത്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ബീഫ് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചു കൊടുത്തത്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു. കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ മാരിനേഷൻ നടത്തി വെക്കണത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ ചെയ്താൽ മതിയല്ലോ. കണ്ടില്ലേ, ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ പെരണ്ടിരിക്കണം. അങ്ങനെ വേണം മാരിനേഷൻ നടത്താൻ. പിന്നെ അങ്ങനെ എൻ്റെ വേസ്റ്റ് കളയാൻ പോയി. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊലി ഞങ്ങൾ വേറൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുറ്റത്ത് തന്നെ ഒരു മുളക് ചെടി ഉണ്ട്. അപ്പോൾ ആ കഴുകണ വെള്ളം മുളക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ബയോഗ്യാസിൽ മറ്റേ വേസ്റ്റ് ഇട്ട് അപ്പോൾ നോക്കുമ്പോണ്ട് നമ്മുടെ പ്ലാവും ഒരു ചക്ക അണ്ണാൻ ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. ചെറിയ പഴുത്ത മണവും വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ചെടുത്ത് അകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ അത് പഴുക്കണം, എന്നിട്ട് വേണം മുറിക്കണമെങ്കിൽ. നമ്മുടെ ഇപ്പുറത്തൊരു പ്ലാവ് ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞേത് കണ്ടില്ലേ കോലുമോല നിൽക്കുന്നത്. അതുമെന്നാണ് ഈ ഇല മുഴുവൻ കൊഴിയണത്. ഈ മഴയായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇല കൊഴിയണത്. അപ്പോൾ അതൊന്നും അടിച്ച് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ മുറ്റടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുറ്റം അവിടെ ഇപ്പോൾ മുറ്റത്ത് ഇലയൊന്നും വീഴാനില്ല. അപ്പോൾ അവിടെ വല്ലപ്പോഴും ഞാനൊന്ന് പോയി വെറുതെ അടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്കുള്ളൂ. മറ്റേ സപ്പോർട്ടൊക്കെ വെട്ടിക്കളഞ്ഞ കാരണം അവിടെ ഇപ്പോൾ ഇല തീരെ വീഴുന്നില്ല. അങ്ങനെ നമുക്ക് മുറ്റടിക്കണമല്ലോ എന്ന് തോന്നുമ്പോൾ നല്ല ഉണങ്ങി കിടക്കണ്ടെങ്കിൽ ഞാൻ പോയി അടിക്കുള്ളൂ. പിന്നെ അവിടെ ടൈലും കൂടി ഇട്ടിട്ടുള്ളതല്ലേ. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി. മോള് ഭക്ഷണം കൊണ്ടുപോയ പാത്രം അതൊക്കെ കഴുകി, ടവലൊക്കെ കഴുകി. അങ്ങനെ ഞാനൊരു റോബസ്റ്റ് പഴം ഇരുന്ന് കഴിക്കുകയാണ്. റോബസ്റ്റ് പഴം എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. വിശന്നപ്പോൾ ഞാൻ കഴിക്കിയതാണ്. ഇന്ന് ഡിന്നർ കുറച്ച് വൈകിട്ടാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഇരുട്ടൊക്കെ ആയി, ബാങ്കൊക്കെ കേട്ടു. അപ്പോൾ ജനലൊക്കെ അടക്കാൻ വന്നു.
അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നത്. വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് ഇതേപോലെ മൊരിച്ചെടുത്താലുണ്ടല്ലോ എന്തായിരുന്നു ടേസ്റ്റ് എന്നാ. നമ്മ ഇങ്ങനെ അറിയാണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഒന്നെടുത്ത് പിന്നെ കഴിക്കും. ഇതിൽ കളറൊക്കെ ചേർത്താൽ ഈ കളറാവില്ല കേട്ടോ, നല്ല ചുവപ്പ് കളർ ഉണ്ടാവും. ഞാൻ കളറൊന്നും ചേർക്കണില്ല, നമ്മ വീട്ടിലുണ്ടാക്കണതല്ലേ, പിന്നെ എന്തിനാ കളർ ചേർക്കണത്? നമുക്ക് കഴിക്കാനുള്ളതിൽ കളറൊന്നും ചേർത്ത് കഴിക്കണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. നല്ല ബീഫ് ഫ്രൈയും കൂട്ടി ഡിന്നർ കഴിക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്ക് കമൻ്റ് അയക്കണം. താങ്ക്